ഹീറോ ഹോണ്ടയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ 10 ലക്ഷം രൂപ 1 കോടി രൂപയായിട്ട് മാറി. ഒരു പുതിയ ഹൈ നിഫ്റ്റി ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുകയില്ല. ഇന്ത്യൻ്റെ GDP ഗ്രോത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു GDP ഒന്നും അല്ല ഇപ്രാവശ്യം പോസ്റ്റ് ചെയ്തേക്കുന്നത്, കുറച്ച് കുറവാണ്. ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ എന്താ പറയുക, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാഷ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ബിസിനസ്സിനൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ബിസിനസ്സിനനുസരിച്ചിട്ട് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സ്റ്റോറിയാണ് മിസ്റ്റർ രാംദേവ് അഗർവാൾ സാറിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി എന്ന് പറയുന്നത്. ഓക്കെ, വൈ ഐ എം സെയിങ് ദിസ് ബിക്കോസ് 8 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് അറിയുന്നത് തന്നെ. അത് കഴിഞ്ഞിട്ട് ഏകദേശം 2 വർഷത്തോളം എടുത്തു എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം. ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഏതൊരു ബിഗിനറിനെ പറ്റി നോക്കിയാലും, ഏതൊരു ബിഗിനറിൻ്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ സംസാരിച്ചാലും ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്. കാരണം ആ ഒരു 2 വർഷം എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബൈ ലക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ പിന്നെ യൂണിവേഴ്സിൻ്റെ ഒരു പവർ എന്ന് പറയാം. ഐ ഡോണ്ട് നോ വൈ ഞാൻ ഒരു തരത്തിലുള്ള F&O അല്ലെങ്കിൽ പിന്നെ ഇൻട്രാഡേ പോലുള്ള ഒരു സംഗതിയിലും ഇതുവരെ പോയി പെട്ടിട്ടില്ല. എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് എനിക്ക് അതിനെക്കുറിച്ച് അറിയാനേ കഴിഞ്ഞിട്ടില്ല. ആക്ച്വലി ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചൊരു സ്റ്റോറിയാണ് ഈ നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്ന നമ്മുടെ രാംദേവ് അഗർവാൾ സാറിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. അതന്ന് എനിക്ക് അന്ന് ഭയങ്കര വലിയ ന്യൂസൊക്കെ അദ്ദേഹത്തിനെ കുറിച്ച് വരുന്നുണ്ടായിരുന്നു. ഇത്രയും പൈസ, അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ഇത്രയും വലുതായി എന്നൊക്കെ പറഞ്ഞുള്ള ന്യൂസുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അന്ന് അതായിരുന്നു എന്നെ എക്സൈറ്റ് ചെയ്യിച്ചത്. അപ്പോൾ അന്ന് അദ്ദേഹം എങ്ങനെ ഇത് ഉണ്ടാക്കി, യെസ്, അപ്പോൾ ഇൻവെസ്റ്റിംഗ് ആണ് അദ്ദേഹം ചെയ്യുന്നത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെയാണ് അതിൻ്റെ ഒരു ജേർണി എൻ്റെതും പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വന്നത് ട്രേഡിംഗ് ഒക്കെ പഠിച്ച് നല്ല രീതിയിൽ ഒരു ഫുൾ ടൈം ട്രേഡറായിട്ട് മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ആരൊക്കെയാണെങ്കിലും ശരി, ഈ ഒരു കാര്യം, ഈ ഒരു സ്റ്റോറി നമ്മൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ട ബേസിക് ഒരു നെസസിറ്റി ഉണ്ടല്ലോ, ബേസിക് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്, എങ്ങനെയാണ് അദ്ദേഹം ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് രാംദേവ് സാർ ചിന്തിച്ചിട്ടുള്ളത്, ഈ കാര്യങ്ങളിലൂടെ നമ്മളൊന്ന് പോയി നോക്കാം. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയട്ടെ, ഞാനൊരു സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് അല്ല. പ്ലസ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഫ്യൂച്ചേഴ്സിനെ കുറിച്ചോ ഓപ്ഷൻസിനെ കുറിച്ചോ യാതൊരു കാര്യം സംസാരിക്കാറില്ല. ഈ ചാനലിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. ട്രേഡേഴ്സ് എന്ന് പറയുന്നത്, നമ്മളൊക്കെ ട്രേഡേഴ്സ് തന്നെയാണ്, നമ്മളാരും ഇൻവെസ്റ്റർ ഒന്നുമല്ല. ഇൻവെസ്റ്റർ എന്ന് പറയുന്ന കാറ്റഗറി വേറെയാണ്. അവരൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 5 വർഷം 6 വർഷം 7 വർഷം വരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വയറ് നിറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. പൈസ കൊണ്ട് അവരാണ് ഇൻവെസ്റ്റർ എന്ന് വിളിക്കുക. നമ്മളൊന്നും അതൊന്നുമല്ല. നമ്മളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ 1 വർഷം 2 വർഷമൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, 3 വർഷം ഹോൾഡ് ചെയ്യാൻ പറ്റും മാക്സിമം. അപ്പം ഈ ഒരു ലെങ്ത്തിൽ ട്രേഡ് എടുത്ത് വിൽക്കുന്ന എല്ലാവരും പിന്നെ ട്രേഡേഴ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കാറുള്ളത്. സോ വിത്ത് ദിസ് നോട്ട് ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. നിങ്ങൾ ഈ കാണുന്ന ചാർട്ട് എന്ന് പറയുന്നത് നിഫ്റ്റീൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് തന്നെ പറയാം. ഇതിൽ ഏതൊക്കെ റീസൺ കൊണ്ടാണ് നിഫ്റ്റിയിൽ ഇതുവരെ ഫോളുകൾ സംഭവിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം മൊത്തത്തിൽ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു ഇമേജാണിത്. അതിനകത്ത് ഇവിടെ കാർഗിൽ വാർ ഉണ്ട്, ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, സത്യം സ്കാൻഡൽ ഇവിടെ വന്നിട്ടുണ്ട്, ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഇവിടെ വന്നിട്ടുണ്ട്, റൈറ്റ്, നമ്പർ ഓഫ് കൊറോണ വരെ ഇവിടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ റീസൺ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇതുവരെ ഒരുപാട് ക്രാഷുകൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടായിരുന്നിട്ട് പോലും ആക്ച്വലി ഒരു കർവ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, തുടങ്ങിയ ആ ഭാഗത്തോട് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ആക്ച്വലി ഗോയിങ് അപ്പ്. അതിൽ യാതൊരു സംശയവും അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഗോയിങ് അപ്പ്. ഈ ഒരു മൈൻഡ് സെറ്റ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയ സമയത്ത് തന്നെ മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വമാണ് ആരാണ്? നമ്മുടെ രാംദേവ് സാർ എന്ന് പറയുന്നത്. അപ്പോൾ രാംദേവ് അഗർവാൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ബേസിക്കലി മറ്റാരുമല്ല, മോത്തിലാൽ ഓസ്വാലിൻ്റെ ഫൗണ്ടറാണ്. ഓക്കെ, മോത്തിലാൽ ഓസ്വാൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, അവരുടെ ട്രേഡിംഗ് സർവീസുകളുണ്ട്, അതൊക്കെ കൊടുക്കുന്ന കമ്പനിയാണ്. വളരെ നല്ല മാർക്കറ്റ് ക്യാപ്പിൽ നല്ല രീതിയിൽ എനിക്ക് ഒരുപാട് പൈസ ഇതിനു മുമ്പും ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു കമ്പനിയാണ് മോത്തിലാൽ ഓസ്വാൽ. അപ്പം ആ ഒരു കമ്പനീൻ്റെ ഫൗണ്ടറാണ് മിസ്റ്റർ രാംദേവ് അഗർവാൾ സർ. ഓക്കെ, അപ്പം അത് ഇപ്പോഴാണ്. പക്ഷേ അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു ഇക്വിറ്റി ട്രേഡറായിരുന്നു ആദ്യം, പിന്നെ അദ്ദേഹം ഇൻവെസ്റ്റർ കാറ്റഗറിയിലേക്ക് മാറി.
റൈറ്റ്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ 31 വർഷത്തെ ജേണിയാണ്. 31 വർഷത്തിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് 1 crore rupees വെച്ചിട്ടാണ്. അദ്ദേഹത്തിനകത്ത് ആക്ച്വലി ഉണ്ടായിരുന്നത് 10 ലക്ഷം രൂപയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ 10 ലക്ഷം രൂപ അദ്ദേഹം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹീറോ ഹോണ്ട, അതിലാണ് അദ്ദേഹം ആദ്യമായിട്ട് വളരെ വലിയൊരു ആ ഒരു കമ്പനീൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഇത് ഈ ഒരു ബിസിനസ് ഗ്രോ ചെയ്യുമെന്ന് ആ ഒരു സമയത്തെ മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയാണ് അദ്ദേഹം. ഹീറോ ഹോണ്ടയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ 10 ലക്ഷം രൂപ 1 കോടി രൂപയായിട്ട് മാറി. അപ്പോൾ 1990s ആയപ്പോഴത്തേനും 1 crore rupees അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി മാർക്കറ്റിൽ. ഓക്കെ, ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ 1990s 30 കോടി രൂപയായിട്ട് കൂടി. ഇൻ 1992 മാർക്കറ്റ് റാലി. ഓക്കെ, ഹർഷത് മേത്ത ആ ഒരു സമയത്താണ് ഇത് ഈ 1 കോടി രൂപ 30 കോടി രൂപയുടെ അദ്ദേഹത്തിന് മാറ്റാൻ പറ്റിയത്. 30 കോടി രൂപ റെഡ്യൂസ് ടു 10 crore. നിങ്ങളത് ആലോചിക്കണം. 1 കോടി രൂപ 30 കോടി രൂപയായിട്ട് മാറി ഈ 92 മാർക്കറ്റ് റാലിയിൽ. അത് കഴിഞ്ഞിട്ട് 30 കോടി രൂപ 10 കോടി രൂപയായിട്ട് കുറഞ്ഞു അതേ മാർക്കറ്റ് റാലി കഴിഞ്ഞുള്ള ക്രാഷിൽ. അല്ലേ, മാർക്കറ്റ് റാലി ഉണ്ടായി, പിന്നെ ക്രാഷ് ഉണ്ടായി. ആ ക്രാഷിലാണ് 30 കോടി രൂപയായിട്ട് 30 കോടി രൂപ 10 കോടി രൂപയായിട്ട് കുറഞ്ഞത്. ദെൻ ഇവിടെ 10 കോടി രൂപ ഇൻക്രീസ് ടു 100 crores ഇൻ Y2K മാർക്കറ്റ് റാലി ഇൻ 2000. 10 കോടി രൂപ 100 കോടി രൂപയായിട്ട് കൂടി. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് പോയി നോക്കാം, എങ്ങനെയായിരിക്കും ഈ സമയത്ത് പോർട്ട്ഫോളിയോ ഉണ്ടായിട്ടുണ്ടാവുക. ഓക്കെ, അതും കൂടെ നമുക്ക് നോക്കാം. ദെൻ 100 കോടി രൂപ 30 കോടി രൂപയായിട്ട് പിന്നെയും കുറഞ്ഞു. കറക്ഷൻ ആഫ്റ്റർ Y2K റാലി. 2000 റാലി ഉണ്ടായി, പിന്നെ കറക്ഷൻ ഉണ്ടായി. അപ്പം ആ 100 കോടി രൂപ 30 കോടി രൂപയായിട്ട് കുറഞ്ഞു. ഓവറോൾ പോർട്ട്ഫോളിയോ ആണ് ഈ പറയുന്നത് കേട്ടോ. അതേ 30 കോടി രൂപ 550 കോടി രൂപയായിട്ട് കൂടി 2007 മാർക്കറ്റ് റാലിയിൽ. വിച്ച് മീൻസ് ഇവിടെ ഒക്കെ ഇദ്ദേഹം ഇൻവെസ്റ്ററാണ്. 100% അദ്ദേഹം മാർക്കറ്റിൽ ഇൻവെസ്റ്ററാണ്. അത് മനസ്സിലാക്കണം നമ്മൾ. അദ്ദേഹം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല, അദ്ദേഹം മറ്റൊരു കാര്യം ചെയ്തിട്ടില്ല. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് നിർത്തി, ആ കമ്പനീസിനെ ഹോൾഡ് ചെയ്ത് നിർത്തി. അതാണ് ഇവിടെ. അപ്പോൾ ഈ റാലി ഉണ്ടാകുന്ന സമയത്തും അദ്ദേഹം ഇൻവെസ്റ്ററാണ്, ക്രാഷ് ഉണ്ടാകുന്ന സമയത്തും അദ്ദേഹം ഇൻവെസ്റ്ററാണ്, പിന്നെയും റാലി ഉണ്ടായി അപ്പോഴും അദ്ദേഹം ഇൻവെസ്റ്ററാണ്. വളരെ സിമ്പിളാണ്. അപ്പം 30 കോടി രൂപ 550 കോടി രൂപയായി 2007 മാർക്കറ്റ് റാലിയിൽ. ദെൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 550 കോടി രൂപ 250 കോടി രൂപയായിട്ട് 50% വെൽത്ത് ഇറോഡ് ചെയ്യപ്പെട്ടു 2007 മാർക്കറ്റ് റാലിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ക്രാഷ്. ആ 250 കോടി രൂപ 1850 കോടി രൂപയായിട്ട് മാറി ഫെബ്രുവരി 2020 മാർക്കറ്റ് റാലി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 250 കോടി രൂപ 1850 കോടി രൂപയായിട്ട് മാറി ഫെബ്രുവരി 2020. ദെൻ അതേ 1850 കോടി രൂപ 1150 കോടി രൂപയായിട്ട് കുറഞ്ഞു ആഫ്റ്റർ ദ ക്രാഷ് 2020 കോവിഡ് മാർക്കറ്റ് ക്രാഷ്. ദെൻ അതേ 1150 കോടി രൂപ 2200 കോടി രൂപയായിട്ട് മാറി ആഫ്റ്റർ ദ കോവിഡ് ക്രാഷ് മാർക്കറ്റ് റാലി. ദിസ് ഇസ് ദ സ്റ്റോറി, റൈറ്റ്. അപ്പോൾ 1 കോടി രൂപയിൽ തുടങ്ങിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി 2200 കോടി രൂപയിലെത്തി. 31 വർഷം എടുത്തു. ഈ 31 വർഷത്തിലും അദ്ദേഹം 100% ഇൻവെസ്റ്ററാണ്. ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ട ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ വെൽത്ത് 3800 കോടി രൂപ കഴിഞ്ഞു എന്നുള്ളതാണ്. 3800 crores പാസ് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ. ഞാൻ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഈച്ച് ആൻഡ് എവരി ഇൻ്റർവ്യൂ ഞാൻ ഫോളോ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എന്താ പറയുക, അഡ്മയർ ചെയ്യുന്നൊരു വ്യക്തിത്വമാണ് ഞാൻ ഈ രാംദേവ് സാർ എന്ന് പറയുന്നത്. കാരണം ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ട ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിക്കാം, നമുക്ക് നോക്കാം. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു മാർക്കറ്റ് റാലി മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ? നോ, നെവർ. ഇദ്ദേഹം ഈ ക്രാഷ് കണ്ടിട്ടുണ്ടാവില്ലേ? ഏഷ്യൻ ഫൈനാൻഷ്യൽ ക്രൈസിസ് കണ്ടിട്ടുണ്ടാവില്ലേ? ഹർഷത് മേത്ത സ്കാം കണ്ടിട്ടുണ്ടാവില്ലേ? ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് കണ്ടിട്ടുണ്ടാവില്ലേ? എല്ലാ ക്രൈസിസും കണ്ടു, എല്ലാ ക്രാഷും കണ്ടു. എല്ലാം കണ്ടതിന് ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഈ ഒരു പോർട്ട്ഫോളിയോ ഈ രീതിയിൽ പിന്നെ അദ്ദേഹത്തിന് എത്തിക്കാൻ വേണ്ടി പറ്റിയത്. 2200 കോടി രൂപ 1 കോടി രൂപ 2200 കോടി രൂപയാക്കിയിട്ട് മാറ്റാൻ അദ്ദേഹത്തിന് കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം സ്ട്രോങ് ആയിട്ട് എല്ലാ സമയവും ഇൻവെസ്റ്റഡ് ആയിരുന്നു. ഈ ഒരു ഷീറ്റിൽ നിങ്ങൾ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ഈ 1 crore മുതൽ 2200 കോടി രൂപ വരെ പോയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ളത് ഞാനൊന്ന് ഇമാജിൻ ചെയ്യുന്നതാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പോർട്ട്ഫോളിയോ അല്ല ഇത്. അപ്പം അദ്ദേഹം ആ ഒരു സമയത്ത് ഇൻവെസ്റ്റഡ് ആയിരുന്നു എങ്കിൽ ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജേർണി ഉള്ളത്. നമ്മളിപ്പോൾ കണ്ട പോലെയാണ് അദ്ദേഹത്തിൻ്റെ ജേർണി എങ്കിൽ അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോയിൽ അദ്ദേഹത്തിന് എത്ര സമയം നെഗറ്റീവ് റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടാവും? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 93-94 അദ്ദേഹത്തിന് -34% റിട്ടേൺ, -52% റിട്ടേൺ ആയിരിക്കും അദ്ദേഹം എടുത്തിട്ടുണ്ടാവുക. എന്ന് വെച്ചാൽ
ഈ 2 വർഷം അദ്ദേഹത്തിന് മൈനസിലായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഓവറോൾ വെൽത്ത് ഉണ്ടല്ലോ അത് മൈനസിലായിരിക്കും കാണിക്കുന്നുണ്ടാവുക പോർട്ട്ഫോളിയോയിൽ. അത്രയും വലിയ മാർക്കറ്റ് ക്രാഷാണ് ആ സമയത്ത് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വെൽത്ത് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക 1991 1550% ഒരു ഗ്രോത്ത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടാവണം അല്ലേ. 1 കോടി രൂപ 16.5 crore ആയി, പിന്നെ 32 crore ആയി, റൈറ്റ്. അപ്പോൾ ഇതായിരിക്കും അദ്ദേഹത്തിന് ആദ്യം ഇനീഷ്യൽ സ്റ്റേജിൽ സംഭവിച്ചിട്ടുണ്ടാവുക. പിന്നെ അടുത്ത 2 വർഷം മൈനസ് ഫിഗറിലായിരിക്കും പോർട്ട്ഫോളിയോ ഉണ്ടായിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് 95 മുതൽ 99 വരെ ഒരു മീഡിയോക്കർ റിട്ടേൺ ആണ്. 150%, 60%, 37%, 17% വരെ, 2000 വരെ അദ്ദേഹത്തിന് ഇത്രയും ശതമാനമേ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. മാർക്കറ്റിൻ്റെ ഒരു കിടപ്പനുസരിച്ചിട്ട് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, ക്രാഷുകൾ, ഇതിനെയൊക്കെ തരണം ചെയ്തിട്ട് അദ്ദേഹം ഇത്രയും പൈസ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ, റൈറ്റ്. അത് കഴിഞ്ഞ് 2001 മുതൽ 2003 വരെ അദ്ദേഹത്തിന് പിന്നെയും മൈനസ് റിട്ടേൺ ആയിരിക്കും. എന്ന് വെച്ചാൽ 23%, 30%, 43% ഒക്കെ അദ്ദേഹത്തിന് മൈനസിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ടായിട്ടുണ്ടാവുക. ദെൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2008, 2009 അദ്ദേഹത്തിന് അഗെയിൻ മൈനസ് ഫിഗറിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മൈനസ് റിട്ടേൺസ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക പോർട്ട്ഫോളിയോയിൽ. ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് മൈനസ് റിട്ടേൺസ് കൊടുത്തിട്ടുള്ള ഇയേഴ്സ് ആയിരിക്കും 93, 94, 2001, 2002, 2003, ദെൻ 2008, 2009. ഇത്രയും വർഷങ്ങളിൽ അദ്ദേഹം ഒരു റിട്ടേൺസും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. മൈനസിലായിരിക്കും അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ മാക്സിമം ഉണ്ടാവാൻ സാധ്യത. അപ്പം ഈ രീതിയിൽ മൈനസ് ഫിഗറിലേക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഈ രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇത്രയും വലിയൊരു ജേണിയിൽ 31 ഇയേഴ്സിൻ്റെ ജേണിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം മാത്രമല്ല പല കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഈ പൈസ ഉണ്ടാക്കിയത് സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്തിട്ടല്ല. ഓക്കെ, ഇദ്ദേഹം ഈ പൈസ മൊത്തം ഉണ്ടാക്കിയത് 100% ഇൻവെസ്റ്റർ ആയിട്ടാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. ഒന്നാമത്തെ കാര്യം, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല കമ്പനികളിൽ, നല്ല ബിസിനസ്സിൽ, ഗ്രോത്ത് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. സമയം കൊടുക്കാൻ തയ്യാറാവണം. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സമയം കൊടുക്കാൻ നമ്മൾ എപ്പോഴും തയ്യാറാവണം. ഓക്കെ, ഇതൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടല്ല ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഒരു മണ്ടത്തരമാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും നമ്മളൊക്കെ മനസ്സിലാക്കണം. അത് F&Oയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു സംഗതിയാണ്, ഇൻട്രാഡേയിൽ ഉപയോഗിക്കേണ്ട സംഗതിയാണ്. അതുതന്നെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ആരൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഈ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ അതൊന്നും എനിക്ക് പറയാനുള്ളൊരു അധികാരം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നുമില്ല. തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്. അപ്പം സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് നിങ്ങൾ ഈ ഒരു ജേണിയിൽ നിങ്ങളോട് തന്നെ കാണിക്കുന്നത്. അത് ചെയ്യാതിരിക്കുക. F&O ചെയ്യാതിരിക്കുക. ബേസിക്കലി നിങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇക്വിറ്റി ട്രേഡിങ്ങിലേക്ക് വരിക, ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഇവിടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ വെൽത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ P&L ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതുകൊണ്ടൊന്ന് കണ്ടു നോക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ P&L ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഫിനാൻഷ്യൽ ഇയറിൽ എനിക്ക് 25% CAGR ആണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ക്രാഷാണ്. കഴിഞ്ഞ വർഷം 40% CAGR ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതല്ല. ഈ ഒരു മൈൻഡ് സെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോരുത്തരെയും കണ്ട് അവരെങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ആദ്യം തൊട്ടേ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ എനിക്ക് മാറാൻ വേണ്ടി പറ്റിയത്. എന്നെ കാണുന്ന ഒരു ബിഗിനറാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിംഗ് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല വെൽത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് നിങ്ങളൊരു യങ് ഏജിലാണ് എന്നെ കാണുന്നതെങ്കിൽ, നിങ്ങളൊരു 20-25 അല്ലെങ്കിൽ നിങ്ങളൊരു ജോബ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് നിങ്ങൾ എന്നെ കാണുന്നതെങ്കിൽ പൈസ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അൺനെസസറി പൈസ സ്പെൻഡ് ചെയ്യാതിരിക്കുക. എല്ലാ വർഷവും പുതിയൊരു ഐഫോൺ വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹം മാത്രമാണ്, ആവശ്യമല്ല. അപ്പം ആ സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക. എന്നിട്ട് പൈസ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു സംഗതി, അതിപ്പോൾ എന്ത് സ്ട്രാറ്റജി ആയിക്കോട്ടെ, എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. മൾട്ടിപ്പിൾ ചെയ്യുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്ന് വെച്ചാൽ അതേ നിങ്ങൾ എന്തൊക്കെയാണോ മാർക്കറ്റിൽ ചെയ്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടായിട്ടുള്ളത്, അതേ കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടേക്ക് നിങ്ങൾ കൊണ്ടുവരുന്ന പൈസ അടുത്ത 3 വർഷത്തേക്ക് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പൈസ ആയിരിക്കണമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലത്തെ മാർക്കറ്റ് ക്രാഷുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നാളെ നമ്മൾക്ക് ഈ സ്റ്റോക്ക് വിറ്റിട്ട് വേണം നമ്മുടെ വീട്ടിൽ നമുക്ക് അരി വാങ്ങിക്കാൻ എന്നുള്ള അവസ്ഥയിലുള്ള പൈസ ഒന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത്. ലിവറേജിൽ പൈസ എടുത്ത് ട്രേഡ് ചെയ്യരുത്.
കടം വാങ്ങി ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്, അത് ചെയ്യാതിരിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് എന്താ പറയുക, നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ സിൻ എന്ന് പറയാം, പാപം എന്ന് പറയാം. ഓക്കെ, ഇവിടെ സേഫായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതിൽ യാതൊരു സംശയവും എനിക്കില്ല. എനിക്ക് നിങ്ങളെ ഇക്വിറ്റി മാർക്കറ്റ് നല്ല രീതിയിൽ ടീച്ച് ചെയ്യാൻ പറ്റുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നെ ഈ കാണുന്ന വ്യക്തികളിൽ ആരെങ്കിലും എൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആ കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗുണം കിട്ടിയോ ഇല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ ഇനി നമുക്ക് നിഫ്റ്റിയിൽ എന്ത് കാര്യം കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റീൻ്റെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് സപ്പോർട്ട് ലെവലുകൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മേജർ സപ്പോർട്ട് ലെവലാണ് ഇവിടെ കാണുന്നത്. അത് 21,000 ലെവലാണത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഒരു വരയല്ല, അതൊരു റേഞ്ച് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 23,300 ലെവലാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെയും ഒരു സപ്പോർട്ട് റേഞ്ച് ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെയും ഒരെണ്ണമുണ്ട്. റൈറ്റ്, ഇങ്ങനെ ഉള്ള മെയിൻ സപ്പോർട്ടുകളാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ തൽക്കാലത്തേക്കുള്ളത്. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ക്രാഷ് ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഒരു സപ്പോർട്ട് റേഞ്ചിൽ എത്തിയപ്പോഴാണ് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചത്. ഇവിടുന്ന് നിഫ്റ്റി റിക്കവറായി മുകളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവിടെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു കപ്പ് വിത്ത് ഹാൻഡിൽ പാറ്റേൺ കൂടെ അവിടെ നിഫ്റ്റി ഫോം ചെയ്തിട്ട് അതിനെ ബ്രേക്കൗട്ട് വന്നിട്ട് അതിൻ്റെ ടാർഗറ്റിലേക്ക് വേണ്ടിയിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അങ്ങനെയാണ്. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയായാലും ചിലപ്പോൾ ഈ ഒരു റേഞ്ചിൽ 25,400 റേഞ്ചിലൊക്കെ മാർക്കറ്റിൽ എത്തും, യാതൊരു സംശയമില്ല, എത്തിക്കോളും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ എനിക്കിവിടെ കാണാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്നാന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടുന്ന് ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു റാലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും വലിയൊരു റാലി ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇത് നമുക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇത്രയും വലിയൊരു റാലി, ഇപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ലൈൻ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ ആണോ, കോവിഡ് ക്രാഷ് ഇവിടെയാണ് കോവിഡ് ക്രാഷ് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നിഫ്റ്റി ഒരു റാലി നിഫ്റ്റിയിലുണ്ടായി. ആ റാലി ഇവിടെ ഈ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്കൊരു ഹൊറിസോണ്ടൽ ലൈൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെവൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ഹൈ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തു. പിന്നെ നിഫ്റ്റി ക്രാഷ് ആവാൻ തുടങ്ങി അല്ലേ. അപ്പോൾ നിഫ്റ്റി ക്രാഷായി വന്നിട്ട് ഈ രീതിയിൽ നിഫ്റ്റി താഴേക്ക് വന്നു, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് നിഫ്റ്റി ക്രാഷ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഒരു ബോട്ടം ഉണ്ടാക്കി പിന്നെ ഇവിടുന്ന് മേലേക്ക് പോകാൻ തുടങ്ങി. റൈറ്റ്, അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെയാണ് നിഫ്റ്റീൻ്റെ ഫസ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തത്. ആ റാലിക്ക് ശേഷം, കോവിഡിൻ്റെ റാലിക്ക് ശേഷം ഇവിടെയാണ് ഫസ്റ്റ് നിഫ്റ്റി ഹൈ ക്രിയേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അത് നിഫ്റ്റി താഴേക്ക് പിന്നെ ആ ഒരു ഹൈനെ പിന്നെ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, താഴേക്ക് വന്നു. ഇവിടെ പിന്നെയും താഴേക്ക് വന്നു അല്ലേ. ആ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടില്ല, താഴേക്ക് വന്നുകൊണ്ടിരുന്നു. ഇവിടെ താഴെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും അതേപോലെ തന്നെ കണ്ടില്ലേ, ഇവിടെ ഈ പുതിയൊരു ലോനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിഫ്റ്റി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ റാലി തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു റാലി ഉണ്ടല്ലോ, ഈ രീതിയിലുള്ള റാലിയാണ് ഇവിടെ നിന്നുള്ള റിക്കവറിക്ക് ശേഷം ഇപ്പോഴും മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും വലിയൊരു ക്രാഷ് ഉണ്ടായി, അത് കഴിഞ്ഞിട്ട് അത് റിക്കവറിയായി ആ ക്രാഷിൻ്റെ ലെവലിലെത്തി. ആ ലെവലിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഒന്നും കൂടെ താഴേക്ക് വന്നിട്ടാണ് പിന്നെ റാലി മാർക്കറ്റിൽ സംഭവിച്ചത്. അപ്പം അതേ രീതിയിലുള്ള റാലിയാണ് കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ക്രാഷിന് ശേഷം ഉണ്ടായിട്ടുള്ള റാലി ഇല്ലേ, അതേ രീതിയിലുള്ള റാലിയാണ് ഇപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത് ഇതുവരെ. ഓക്കെ, ഇവിടെ ഈ ഒരു സെപ്റ്റംബർ വരെയുള്ള മാസങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. റൈറ്റ്, അപ്പം ഇത് കഴിഞ്ഞിട്ട് നിഫ്റ്റിയിൽ ഇപ്പോൾ ഈ ഒരു റാലി കഴിഞ്ഞിട്ട് ഇതേ രീതിയിലുള്ള ക്രാഷുകൾ തന്നെ രണ്ടാമതും റിപ്പീറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വളരെ ചെറിയ എന്താ പറയുക, അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഹൈയിലേക്ക് നിഫ്റ്റി അത്രയും റിക്കവറി ആയി. ആ ഹൈയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ 1 or 2% മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെയും അതേ ഹൈയിൽ നിന്ന് അടുത്ത ഹൈയിലേക്ക് ചെറിയൊരു വ്യത്യാസം അല്ലേ, 2-3% വ്യത്യാസത്തിലാണ് നിഫ്റ്റി റിക്കവറി ആയത്. ഈ രീതിയിൽ എല്ലാ പ്രീവിയസ് ഹൈനെയും റിക്കവറി ചെയ്യാൻ നിഫ്റ്റി വളരെ അടുത്ത് വരെ എത്തി, പിന്നെ താഴേക്ക് വന്നു, പിന്നെയും അതിൻ്റെ പ്രീവിയസ് റിക്കവറി വരെ എത്തി, താഴേക്ക് വന്നു. പക്ഷേ ആ ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടില്ല. പിന്നെ വന്നിട്ട് ഇവിടെയാണ് ആ ലെവൽ ബ്രേക്ക് ആവുന്നത്. അപ്പോൾ ഇതേ രീതിയിലുള്ള ഒരു സിനാരിയോ ഇവിടെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലൊക്കെ നിഫ്റ്റി ചിലപ്പോൾ എത്താൻ സാധ്യതയുണ്ട്. 21,000 റേഞ്ചിലൊക്കെ നിഫ്റ്റി ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന 300-day മൂവിങ് ആവറേജ് ലൈനാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അപ്പം 300-day മൂവിങ് ആവറേജ് ലൈനിന് മുകളിൽ നിഫ്റ്റി ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷമൊക്കെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ഇത് കണ്ടില്ലേ, ഇത് 300-day ആവറേജിൻ്റെ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. 1 വർഷത്തോളം ട്രേഡ് ചെയ്തു, പിന്നെ അതൊരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ അല്ലേ. ഇത്രയും കാലം കൺസോൾട്ടേഷനായി. ഇവിടെ നിങ്ങൾ അടുത്ത ഒരു വർഷം എന്ന് വെച്ചാൽ ഇവിടെ ഇത് ജനുവരി 23
അല്ലേ തുടങ്ങി. 2023 ജനുവരി 1-ാം തീയതിയാണിത്. അപ്പോൾ അവിടെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും 300 മൂവിങ് ആവറേജിന് മുകളിലാണ് ഇപ്പോഴും നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഏകദേശം 1.5 വർഷങ്ങളായി. അപ്പം ഈ ഒരു സമയം വരെ ഈ ഒരു ഹൈ ഉണ്ടാക്കിയത് വരെ ഇത് 300 മൂവിങ് ആവറേജിന് മുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ വെച്ചിട്ടും ഇത് റിപ്പീറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇതൊരു വർഷമാണ്. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ 2021 ജനുവരി, ഇത് 2021 ഡിസംബർ, ഇവിടെ 2022 ജനുവരി തുടങ്ങി ഏകദേശം ഇവിടം വരെ. ഓക്കെ, അപ്പം ഇത് ഈ ഒരു റേഞ്ചിൽ ഇത് 300 മൂവിങ് ആവറേജിന് മുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് ചാർട്ട് നിഫ്റ്റി. അത് കഴിഞ്ഞിട്ട് അത് കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോയി ഏകദേശം 1.5 വർഷം. അതേ രീതിയിൽ ഇവിടെയും ഏകദേശം 1.5 വർഷത്തോളമായിട്ട് ഇതിങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു പാറ്റേണും ഇവിടെ റിപ്പീറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒരു പ്രോബബിലിറ്റി ആണെന്ന് ഞാൻ പറയുന്നത്. ചിലപ്പോൾ 2025 ഒരു പുതിയ ഹൈ നിഫ്റ്റി ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ നിഫ്റ്റി ഇങ്ങനെ നിൽക്കും എന്ന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇങ്ങനെ നിഫ്റ്റി നിൽക്കാം, അല്ലെങ്കിൽ നിഫ്റ്റി ഇങ്ങനെ താഴേക്ക് വന്നിട്ട് ഈ രീതിയിൽ റിക്കവറി ആയി, ഈ രീതിയിൽ ഇങ്ങനെ നിഫ്റ്റി വന്നു, ഇങ്ങനെ റിക്കവറി ആയി ഈ ഒരു റേഞ്ചിലൊക്കെ എത്തിക്കഴിഞ്ഞ് പിന്നെ നിഫ്റ്റി താഴേക്ക് വരാം, ഇങ്ങനെ വരാം, പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ മേലേക്ക് പോയിട്ട് ഇങ്ങനെ വരാം, പിന്നെ താഴേക്ക് വന്നിട്ട് ഏകദേശം ഈ ലെവൽ എത്തുമ്പോൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പം ഒരു എന്താ പറയുക റിക്കവറി, ഒരു റാലി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ ചിലപ്പം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ഒരു റേഞ്ചിൽ എത്തുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമായിരിക്കും. ഓക്കെ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേനും 18-20% നിഫ്റ്റി ഫോളോ ആവാൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം എന്താണ് ഇതിൻ്റെ കാരണം? മോണിറ്ററി പോളിസി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ്റെ GDP ഗ്രോത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു GDP ഒന്നും അല്ല ഇപ്രാവശ്യം പോസ്റ്റ് ചെയ്തേക്കുന്നത്, കുറച്ച് കുറവാണ്. അതേപോലെ തന്നെ പബ്ലിക്കിൻ്റെ സ്പെൻഡിങ് പവർ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ മാർക്കറ്റിൽ റീസൺസ് കുറേ ഉണ്ട് മാർക്കറ്റ് താഴേക്ക് വരാനുള്ളത്. അപ്പം ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് വളരെ ലൈറ്റായിട്ടുള്ള റിക്കവറി മാത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മാർക്കറ്റ് അൾട്ടിമേറ്റ്ലി താഴേക്ക് വന്ന് പിന്നെയും ഒന്ന് റിക്കവറി ആയി പിന്നെയും താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ട് നമ്മുടെ ഈ ഒരു മേജർ സപ്പോർട്ടായിട്ടുള്ള ഒരു 21,000 ലെവൽ വരെയൊക്കെ ചിലപ്പോൾ എത്താൻ സാധ്യതയുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, എങ്ങനെയായാലും മാർക്കറ്റ് ഒരു പുതിയ ഹൈ ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ ഒരു ഒബ്സർവേഷനാണ്. പ്രീവിയസ് ആയിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ആ രീതിയിൽ പറയുന്നൊരു ഒബ്സർവേഷൻ മാത്രമാണ്. ഇത് മാത്രമേ സംഭവിക്കുള്ളൂ എന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മാർക്കറ്റ് റിക്കവറി ആവാനും സാധ്യതയുണ്ട്. പക്ഷേ വി ഷുഡ് ബി റെഡി ഫോർ എവറിത്തിങ്. വിജയ് ഗഡേ സാർ പറയുന്ന പോലെ നമ്മളെപ്പോഴും റെഡി ആയിരിക്കണം. ഒരു ക്രാഷ് ഉണ്ടായാൽ ഓക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വി ഷുഡ് ബി ഓൾവേസ് റെഡി ഫോർ എ ക്രാഷ്, ഓൾവേസ് റെഡി ഫോർ ടു സീ അവർ പോർട്ട്ഫോളിയോ ഇൻ റെഡ്. എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ P&L വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ട്രേഡിംഗ് പാനൽ ഓപ്പൺ ചെയ്തിട്ട് ലൈവായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ എക്സൽ ഷീറ്റാണത്. ആ സമയത്ത് 5% പോർട്ട്ഫോളിയോ മൈനസിലുണ്ടായിരുന്നത്. പിന്നെ ഈ പോർട്ട്ഫോളിയോ ഞാനിവിടെ 14% മൈനസിൽ കണ്ടു. അപ്പോൾ ഏകദേശം ഇവിടെ എൻ്റെ മൈനസ് ഫിഗർ എന്ന് പറയുന്നത് ഏകദേശം 37 ലക്ഷത്തിനടുത്തായിരുന്നു മൈനസ് ഫിഗർ. ഇപ്പോൾ അത് റിക്കവറി ആയിട്ട് 9% എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പോർട്ട്ഫോളിയോ മൈനസിലായിട്ടുള്ളത് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ 10-24 ലക്ഷം രൂപ മൈനസിലാണ് ഇപ്പോൾ ഉണ്ടാവുക. എന്നാൽ കൂടി ഞാൻ ഇതുവരെ ഏകദേശം 18 ആണോ 19 ആണോ ഇവിടെ നോക്കാം 19 സ്റ്റോക്കുകളിൽ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 41 lakh rupees ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 1,20,000 rupees എനിക്ക് ഡിവിഡൻഡ് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അറൗണ്ട് 42.5 lakhൻ്റെ അടുത്ത് ഞാൻ പ്രോഫിറ്റ് മാത്രം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേ പോർട്ട്ഫോളിയോ ആണ് നിങ്ങളിവിടെ മൈനസിൽ ഇപ്പോൾ കാണുന്നത്. എന്നാൽ കൂടി ഐ ആം കീപ്പിംഗ് മൈസെൽഫ് കൂൾ ആൻഡ് കാം. ഐ നോ ദാറ്റ് ഇപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഉണ്ടാക്കി നിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. എനിക്കറിയാം നിഫ്റ്റി ചിലപ്പോൾ ഇവിടുന്ന് ഫോളോ ആവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ മൈനസിലുള്ള എല്ലാ സ്റ്റോക്കുകളും വിറ്റിട്ട് പോവുകയാണോ? അല്ല, ഞാനിപ്പോഴും ഹോൾഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ 100% ഹോൾഡ് ചെയ്യുക. നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് കൺവിക്ഷൻ പവർ ഉണ്ടാവണം. കൺവിക്ഷൻ പവർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളത് പഠിക്കാൻ തയ്യാറാവണം. ഒന്നെങ്കിൽ വീഡിയോ കണ്ട് പഠിക്കുക, എങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ പഠിക്കുക, പക്ഷെ പഠിച്ചിട്ട് മാത്രം ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ ഈ ഒരു വീഡിയോയിൽ. എല്ലാവർക്കും ഈ വീഡിയോയിൽ എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒന്ന് കാണാൻ വേണ്ടി പറയുക. എന്നിട്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാവാൻ ഞാനും പ്രാർത്ഥിക്കാം. താങ്ക് യു സോ മച്ച്. ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.